Spiritus, mentes tuorum visitar, impreso pena gracia, quedo creasti pectora. Qui diceris Paracletus, altissimi donum Dei, faciebus ignis caritas, et spiritualis unsio. Accende lumen sensibus, infunde mare corbibus, infirma nostri corporis, virtute firmax perpeti. Hostem repellas longius, pacem cadones propinus, ductore sitte brevium, victimus omne noxium. Deo Patris Gloria, et Filio qui amor tuis, surresi ad Paracletum, in saeculorum saeculorum. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരങ്ങളെ, ആണ്ടുവട്ടത്തിലെ 27ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് തിരുസഭ ആഘോഷിക്കുക. ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് ഏവർക്കും നേരുകയാണ്. ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിച്ച അൽഫോൺസ ബോബു, ആലിച്ചൻ ജോമോൻ ആൻസി ദാസ്, ചിപ്പി മൈക്കിൾ മോൻസി, ജോണി മോസസ്, ഇവരെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവം ഇവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളോട് നന്ദി പറയുകയും ഇവരുടെ ജീവിതത്തിൽ ധാരാളമായി ദൈവകൃപകൾ ലഭിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് തിരുസഭ അസീസിയിൽ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാൾ അനുസ്മരിക്കുന്നു. ഇന്ന് നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവരെയും വിശുദ്ധൻ്റെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ദൈവത്തിൻ്റെ അതിരറ്റ സ്നേഹവും കാരുണ്യവും അനുഭവിക്കുന്ന കൂദാശയാണ് പരിശുദ്ധ കുർബാന. ദൈവം നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാൻ, തന്നിലേക്ക് ചേർത്ത് നിർത്തുവാൻ തൻ്റെ അരുമസുതനെ നമുക്കായി നൽകി അവിടുന്ന് നമുക്ക് വേണ്ടി കാൽവരിയിൽ അർപ്പിച്ച ഏറ്റവും അനുഗ്രഹപൂർണമായ സമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ബലിയാണ് പരിശുദ്ധ കുർബാന.
ഈ വിശുദ്ധ ബലിക്കായി നമ്മൾ അണയുമ്പോൾ ദൈവസന്നിധിയിൽ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി അറിയിക്കാം. പൗലോസ്ലിഹ ഇന്ന് ഫിലിപ്പിയർ ലേഖനത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളൊന്നിനെയും കുറിച്ച് ആകുലപ്പെടേണ്ട. ഒത്തിരിയേറെ അസ്വസ്ഥതകളിലൂടെ വേദനകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ. എങ്കിലും ഒന്നിനെയും കുറിച്ച് അസ്വസ്ഥരാകാതെ നമ്മുടെ സമീപത്ത് ആയിരിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സാന്നിധ്യം ഈ ബലിയിൽ നമുക്ക് അനുഭവിക്കാം. നമ്മുടെ യാചനകൾ ഏറ്റവും സ്നേഹത്തോടുകൂടി, ഭക്തിയോടുകൂടി, വിശ്വാസത്തോടുകൂടി, കൃതജ്ഞതാ സ്തോത്രമായി ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. അവിടുന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടുത്തെ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈ ബലിക്ക് നമ്മളെ തന്നെ യോഗ്യരാക്കുന്നതിന് വേണ്ടി ചെയ്തു പോയ നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈകിതാ നന്ദി ചൊല്ലും നീവർ താഴ്മയാ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവൈക ശക്തനം ദൈവമേ, പ്രാർത്ഥനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദൈവ സൂനുവേ, കർത്താവാശ്രയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവം അങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, പാവേനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു.
പാപമേ അന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപമേ അന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവോതൻ നിത്യമഹിമാവിൻ തേജസ്സി പാവനാത്മാവോതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു തനേകന നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ കൃപാതിരേകത്താൽ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ യോഗ്യതകൾക്കും അഭിലാഷങ്ങൾക്കും അങ്ങ് അതീതനാണല്ലോ. അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അങ്ങനെ മനസാക്ഷി ഭയപ്പെടുന്നവ അങ്ങ് അവഗണിക്കുകയും യാചിക്കുവാൻ പോലും ധൈര്യപ്പെടാത്തവ നൽകുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. എൻ്റെ പ്രിയനു വേണ്ടി അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാൻ ഒരു ഗാനം ആലപിക്കട്ടെ. വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അത് കിളച്ച് കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. അതിൻ്റെ മധ്യത്തിൽ അവനൊരു കാവൽമാടം പണിതു. മുന്തിരിച്ചക്ക് കുഴിച്ചിടുകയും ചെയ്തു. അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ്. ജെറൂസലേം നിവാസികളെ, യൂദായിൽ വസിക്കുന്നവരെ, എന്നെയും എൻ്റെ മുന്തിരിത്തോട്ടത്തെയും കുറിച്ച് നിങ്ങൾ തന്നെ വിധി പറയുവിൻ. എൻ്റെ മുന്തിരിത്തോട്ടത്തിനു വേണ്ടി ഞാൻ ചെയ്തതിലേറെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ നല്ല മുന്തിരി അതിൽ നിന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴം പുറപ്പെടുവിച്ചത്? ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്തു ചെയ്യുമെന്ന് ഇപ്പോൾ പറയാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും. അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും. തോട്ടം ചവിട്ടി മെതിക്കപ്പെടും. ഞാൻ അതിനെ ശൂന്യമാക്കും. അതിനെ വെട്ടിയൊരുക്കുകയോ അതിൻ്റെ ചുവട് കിളയ്ക്കുകയോ ചെയ്യുകയില്ല. അവിടെ മുൾച്ചെടികളും മുള്ളുകളും വളരും. അതിന്മേൽ മഴ വർഷിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് ആജ്ഞാപിക്കും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്, യൂദാജനമാണ്. അവിടുന്ന് ആനന്ദം കൊള്ളുന്ന കൃഷിയും. നീതിക്ക് വേണ്ടി അവിടുന്ന് കാത്തിരുന്നു. ഫലമോ രക്തച്ചൊരിച്ചിൽ മാത്രം. ധർമ്മനിഷ്ഠയ്ക്ക് പകരം നീതി നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളി. കർത്താവിൻ്റെ വചനം.
ദൈവത്തിനോ നന്ദി. സൈന്യങ്ങളുടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. സൈന്യങ്ങളുടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു. അതതിന്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടി. സൈന്യങ്ങളുടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. അങ്ങു തന്നെ അതിന്റെ മതിലുകൾ തകർത്തത് എന്തുകൊണ്ട്? വഴിപോക്കർ അതിന്റെ ഫലം പറിക്കുന്നു. കാട്ടുപന്നി അതിനെ നശിപ്പിക്കുന്നു. സകല ജന്തുക്കളും അതിനെ തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ. ഈ മുന്തിരിവള്ളി, അങ്ങയുടെ വലത്തുകൈ നട്ട ഈ മുന്തിരിവള്ളി അങ്ങ് പരിഗണിക്കണമേ. സൈന്യങ്ങളുടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഒരിക്കലും പിന്തിരികയില്ല. ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ പുനരുദ്ധീകരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സൈന്യങ്ങളുടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അവസാനമായി സഹോദരരെ, സത്യവും വന്ധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. എന്നിൽ നിന്നും പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 21, 33 മുതൽ
43 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു പ്രധാന പുരോഹിതന്മാരോടും ജനപ്രമാണികളോടും അരുൾ ചെയ്തു, ഒരു ഉപമ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി. അതിൽ ഒരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കുവാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ച് അടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. പിന്നീട് അവൻ, എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കും എന്നോർത്ത് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കിലേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി. വരുവിൻ, നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു കൊന്നുകളഞ്ഞു. അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ലു തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കി ശുദ്ധീകരിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിന് ഏറെ പ്രിയങ്കരമായ ഒരു ഉപമയാണ് നമ്മളിന്ന് ഈ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. ഈ സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്ന മുന്തിരിത്തോട്ടം, അത് അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായ തിരുസഭ തന്നെയാണ്. തൻ്റെ ബലിയാൽ, തൻ്റെ ത്യാഗത്താൽ, തൻ്റെ ജീവാർപ്പണത്താൽ അവിടുന്ന് ഈ ലോകത്ത് സ്ഥാപിച്ച തൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനതയുടെ ആ സമൂഹമാണ് ഈ മുന്തിരിത്തോട്ടം. നമ്മളെ ഓരോരുത്തരെയും കുറിച്ചാണ് ഈ ഉപമയിൽ യേശുനാഥൻ നമ്മളോട് പറയുന്നത്. ഈ മുന്തിരിത്തോട്ടത്തിലെ അവിടുന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടി, കരുതലോടുകൂടി, വാത്സല്യത്തോടുകൂടി നട്ടുവളർത്തിയ മുന്തിരിച്ചെടിയാണ്, മുന്തിരിവള്ളിയാണ് നിങ്ങളും ഞാനും. എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് ഈ മുന്തിരിത്തോട്ടത്തെ വീട്ടുടമസ്ഥൻ കർത്താവായ ദൈവം ഒരുക്കുന്നത് എന്ന് യെശയ്യാ പ്രവാചകൻ ഇന്ന് ആദ്യത്തെ വായനയിൽ 5-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ആദ്യ വചനം തന്നെ വളരെ മനോഹരമായ, ആശ്വാസദായകമായ ഒരു സങ്കല്പമാണ്. എൻ്റെ പ്രിയനു വേണ്ടി അവൻ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കട്ടെ. ദൈവത്തെ തൻ്റെ പ്രിയനായി, ഏറ്റവും സ്നേഹം നിറഞ്ഞ തൻ്റെ സ്നേഹിതനായി കാണുന്ന പ്രവാചകൻ. ഈ ഒരു സങ്കല്പം, ദൈവം നമ്മൾ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന, നമ്മുടെ നന്മ, നമ്മുടെ ഒത്തിരിയേറെ
കരുതുന്ന വലിയ ഒരു സ്നേഹപിതാവാണ്, സുഹൃത്താണ് എന്ന് ഉള്ളൊരു ബന്ധം. അങ്ങനെ ആ സ്നേഹമായ ദൈവം അവിടുന്ന് ഒരു തൻ്റെ വിശിഷ്ടമായ മുന്തിരിത്തോട്ടം എല്ലാവിധ തിന്മയുടെ ആപത്തുകളുടെയൊക്കെ ആക്രമണത്തിൽ നിന്നെല്ലാം പരിരക്ഷിക്കുവാൻ വേണ്ടി വേലി കെട്ടി അതിൽ ഒരു മുന്തിരിച്ചക്കവും ഗോപുരവും പണിതു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായ ഇസ്രായേൽ ജനതയോട് ദൈവം കാണിച്ച വലിയ സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, കാരുണ്യത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഈജിപ്തിൽ നിന്നും അവിടുന്ന് പ്രകാരമാണ് ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നത്. അവർക്ക് മോശയിലൂടെ നിയമവും പ്രമാണവും ഒക്കെ നൽകി ഒരു വേലിക്കെട്ട് നൽകുകയാണ് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ വേണ്ടി. അവിടെ അവരെ നയിക്കുവാൻ വേണ്ടി പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും രാജാക്കന്മാരെയൊക്കെ നൽകി അവിടുന്ന് അവരെ സംരക്ഷിക്കുകയാണ്, കാവൽ നൽകുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ അതിരറ്റ സ്നേഹം. ഇത്രമാത്രം സ്നേഹത്തോടുകൂടി ദൈവം ഈ മുന്തിരി ചെടിയെ നട്ടു വളർത്തുമ്പോൾ ദൈവം ഒത്തിരിയേറെ പ്രതീക്ഷയോടുകൂടി സ്വപ്നം കാണുന്നുണ്ട്. നല്ല ഫലം, പഴങ്ങൾ ഈ മുന്തിരിത്തോപ്പിൽ നിന്നും ശേഖരിക്കാൻ പറ്റുമെന്ന് ദൈവത്തിൻ്റെ സ്വപ്നം അതായിരുന്നു. എന്നാൽ തൻ്റെ എല്ലാ പ്രതീക്ഷകളെയും കാറ്റ് പടർത്തിക്കൊണ്ട് അവൻ കാണുന്നു ഈ പഴങ്ങൾ കയ്പ് നിറഞ്ഞ കാട്ടുമുന്തിരിയായി മാറി. ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരസ്കരിച്ചുകൊണ്ട്, ദൈവത്തിൽ നകന്നുകൊണ്ട് സ്വാർത്ഥതയുടെ, തിന്മയുടെ വഴികളിലേക്ക് കടന്നുപോയ തൻ്റെ പ്രിയപ്പെട്ട ജനതയെക്കുറിച്ചുള്ള വിലാപമാണ് പിന്നീട് നാം കാണുന്നത്. ദൈവം അവരിൽ നിന്നും ആഗ്രഹിച്ചത് യെശയ്യാ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, നീതിയുടെയും ധർമ്മത്തിൻ്റെയും ഒരു സമൂഹമായിട്ടാണ്. അവിടെ ആരും അടിച്ചമർത്തപ്പെടാതെ, ആരും വേദനകൾ അനുഭവിക്കാതെ എല്ലാവർക്കും നീതി ലഭിക്കുന്ന സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു സമൂഹം ആയിട്ട് അവർ വളർന്നു വരുവാൻ ദൈവം അത്യധികം ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെയും, യേശുനാഥൻ ഈ സുവിശേഷത്തിൽ ഇന്ന് പറയുന്നുണ്ട്, തൻ്റെ പ്രവാചകന്മാരെ അവർ തിരസ്കരിച്ചപ്പോൾ ദൈവം അത്രമാത്രം അവരെ സ്നേഹിച്ചുകൊണ്ട് വീണ്ടും അവരെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി അവിടുന്ന് തൻ്റെ ഏകപുത്രനെ, ഉടമസ്ഥൻ തൻ്റെ ഏകപുത്രനെ അവരിലേക്ക് അഴക്കുകയാണ്. ഈ ഏകപുത്രൻ ക്രിസ്തു പറയുന്നത് തന്നെക്കുറിച്ച് തന്നെയാണ്. തൻ്റെ വരവ് എന്തിനു വേണ്ടിയാണ്, തനിക്ക് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്നും യേശുവിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഇവർ തന്നെ തിരസ്കരിക്കും, തന്നെ പീഡിപ്പിക്കും, തന്നെ മർദ്ദിച്ച് വളരെ ക്രൂരമായി ക്രൂശിക്കും. ആ ഒരു ക്രൂശ് മരണം യേശു മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഉപമയിൽ പറയുന്നത്. അവിടുന്ന് തൻ്റെ പിതാവ് എത്രമാത്രം സ്നേഹത്തോടുകൂടി അവൻ്റെ ഏകപുത്രനെ അയച്ചു എങ്കിലും ആ സ്നേഹത്തെ അവർക്ക് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. അവരുടെ അഹങ്കാരം അല്ലെങ്കിൽ അവരുടെ ആയ സ്വാർത്ഥതകൾ അവരെ ആ സ്നേഹത്തിൽ നിന്നും അകറ്റുകയാണ്. പ്രിയപ്പെട്ടവരെയും, നമ്മുടെ ജീവിതത്തിൻ്റെ മൂലക്കല്ലായി തീരേണ്ടത് ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്നില്ല എങ്കിൽ, ആ ക്രിസ്തുവാകുന്ന അടിസ്ഥാന ശിലയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ പടുത്തുയർത്തുന്നില്ല എങ്കിൽ നമ്മുടെ എല്ലാ അധ്വാനങ്ങളും ഫലശൂന്യമായി തീരും. ദൈവം ആഗ്രഹിക്കുന്ന നന്മ, അതിന് പകരം അത് തിന്മയുടെ കയ്പിൻ്റെ ഫലങ്ങളായി മാറും. മാധുര്യത്തിൻ്റെ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ക്രിസ്തുവോട് ചേർത്ത് വെച്ചുകൊണ്ട് ക്രിസ്തുവാകുന്ന മൂലക്കലിൻ്റെ അടിസ്ഥാന ശിലയിൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബജീവിതത്തെ നമുക്ക് പടുത്തുയർത്താം. പരിശുദ്ധാത്മാവായ ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും നമുക്കെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും
ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തതിനും പിതാവുമായി സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി. പരിശുദ്ധാത്മാവാൽ കന്യക മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ചു, മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെയും ആകുലതകൾ വെടിഞ്ഞ് അനുതാപമാർന്ന ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കാരുണ്യവനായ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. സ്നേഹപിതാവേ, അങ്ങയുടെ മുന്തിരിത്തോപ്പായ തിരുസഭയുടെ തലവൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ സെബാസ്റ്റ്യൻ പിതാവിനെയും മറ്റുള്ള മെത്രാന്മാരെയും വൈദികരെയും അങ്ങേ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ദിവ്യനാഥ, അങ്ങ് ഇവരിൽ നിന്നും എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ആയിത്തീരുവാനുള്ള ആത്മീയ അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളും നൽകി അങ്ങേ പ്രിയദാസരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണയായ ദൈവമേ, നല്ല മുന്തിരി ചെടിയായിട്ടാണല്ലോ നീ ഞങ്ങളെ ഓരോരുത്തരെയും നട്ട് പിടിപ്പിച്ചത്. എന്നാൽ ഞങ്ങൾ പുറപ്പെടുവിക്കുന്നതോ കാട്ടുമുന്തിരി പഴങ്ങളും. സ്നേഹനാഥ, ഞങ്ങളുടെ സ്വഭാവ ദൂഷ്യങ്ങളായ കാട്ട് മുന്തിരി പഴങ്ങളെ അങ്ങ് പറിച്ച് ദൂരെ എറിയണമേ. ഇനിയുള്ള കാലം അങ്ങാകുന്ന അടിസ്ഥാന ശിലയിൽ ഞങ്ങളുടെ ജീവിതത്തെ പടുത്തുയർത്തിക്കൊണ്ട് നല്ല ഫലങ്ങൾ നൽകുന്ന നല്ല മുന്തിരി ചെടികളായി വളരുവാനും അനേകർക്ക് സ്വാദ് നൽകുവാനും കൃപയേകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നന്മയുടെ ഉറവിടമായ ദൈവമേ, നല്ലൊരു ജോലിക്കായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ യുവതി യുവാക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇവരുടെ വിദ്യാഭ്യാസത്തിന് യോജ്യമായ തൊഴിൽ മേഖലകൾ അങ്ങ് ഇവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കണമേ. ഇന്നെൻ്റെ ഈ സാഹചര്യത്തിൽ തൊഴിലില്ലായ്മ മൂലവും സാമ്പത്തികമായ ക്ലേശങ്ങൾ മൂലം ഒത്തിരിയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും വേദനകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി ഏകജാതനെ തന്നെ നൽകുവാൻ കനിവുണ്ടായ സ്നേഹപിതാവേ, ഇന്ന് ലോകത്തെ മുഴുവൻ ഭീതിയിൽ ആഴ്ത്തിയിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരിയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുവാൻ കഴിവുള്ളവൻ നീ മാത്രമാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഈ മഹാവ്യാധിയിൽ നിന്നും അതിൻ്റെതായ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും
എല്ലാ ആകുലതകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും മോചിപ്പിക്കുകയും ഈ ലോകത്തെ മുഴുവനും രക്ഷിക്കുകയും അങ്ങയുടെ സമാധാനത്താൽ നിറയ്ക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ അതിനാഥനായ ദൈവമേ, മരണം മൂലം ഈ ലോകത്തു നിന്നും അങ്ങേ പക്കലേക്ക് യാത്രയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എന്നിവർക്ക് അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാനുള്ള ഭാഗ്യം നൽകണമെന്നും ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് പാപമോചനം നൽകി അങ്ങ് ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ആനന്ദത്തിലേക്ക് അവരെ ആനയിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒത്തിരിയേറെ നിരവധിയായ ആവശ്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തിലുണ്ട്. എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്ന നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുന്ന നല്ലവനായ ദൈവത്തിൻ്റെ തിരുമുമ്പിലാണ് നമ്മളെന്ന് ബോധ്യത്തോടു കൂടി നമ്മുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും എല്ലാ ആകുലതകളും അസ്വസ്ഥതകളും എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ജീവിതത്തിൻ്റെതായ എല്ലാ പദ്ധതികളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി വിശ്വാസത്തോടുകൂടി മൗനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അങ്ങിലേക്ക് തിരികെ വരുവാനും ഇനി ഒരിക്കലും അങ്ങിൽ നിന്ന് അകലാതിരിക്കുവാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. പൂർണ്ണമായിടുന്നു ദൈവമേ, ഉയരുമേ കാഴ്ചയേറ്റുവാങ്ങണേ. കുറവുകൾ കരുണയോടെ നീക്കണേ. പൂർണ്ണരായി മാറുവാൻ കൃപ തൂകണേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ കൽപ്പനകളാൽ സ്ഥാപിതമായിരിക്കുന്ന ബലികൾ സ്വീകരിക്കുകയും കർത്തവ്യനിഷ്ഠമായ ശുശ്രൂഷയുടെ ധർമ്മത്തോടെ ഞങ്ങൾ അനുഷ്ഠിക്കുന്നവ ദിവ്യ രഹസ്യങ്ങളാൽ അങ്ങേ പരിത്രാണത്തിൻ്റെ വിശുദ്ധീകരണം കാരുണ്യപൂർവ്വം ഞങ്ങളിൽ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അളവില്ലാത്ത മഹത്വം അങ്ങയുടേത് മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ അങ്ങേ ദൈവീകതയാൽ മർത്യരായവരങ്ങ് സഹായിച്ചു.
മാത്രമല്ല ഞങ്ങളുടെ മർത്യതയ്ക്കു തന്നെ പ്രതിവിധി നൽകുകയും അങ്ങ് നാശത്തിൽ നിബന്ധിച്ച എല്ലാവരെയും ഏതു വഴിയാണോ അവർ വീണുപോയത് അതേ വഴി നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ രക്ഷിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരപനമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരപനമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിപാലിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു.
ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ അസീസിയിൽ വിശുദ്ധ ഫ്രാൻസിസിനോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നെല്ലാം പാരിലും ആയിടണം. അന്നു വേണ്ടുന്നു ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കുക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളെ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളെ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളെ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ.
ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ ഈ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈശോയിതാ നാവിലാലിയാനായി വന്നിടുന്നു. ആദരവോടെ ആനന്ദഗീതം പാടി അകതാരിൽ നാഥനെ വരവേറ്റിടാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വീകരണാശയാൽ ഉന്മേഷഭരിതരും പരിപോഷിതരാകുവാനും അത് സ്വീകരിക്കുമ്പോഴെല്ലാം ഞങ്ങൾ അതുവഴി രൂപാന്തരപ്പെടുവാനും അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ.
ഈ ദിവസങ്ങളിൽ ജന്മദിനം ആഘോഷിച്ച അൽഫോൻസ ബോബു, ആലിച്ചൻ ജോമോൻ, ആൻസിദാസ്, ചിപ്പി മൈക്കൽ, മോൻസി, ജോണി മോസസ് ഇവരെ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുകയും അനുമോദനം നേരുകയും ചെയ്യുന്നു. വരുന്ന ബുധനാഴ്ച ഒക്ടോബർ 7-ാം തീയതി ജപമാല റാണിയുടെ തിരുനാൾ ദിവസമാണ്. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മദൻ മക്കൾ വാത്സല്യം തേടി മന്മദൻ ചാരി വന്നിടുന്നു. മന്മദൻ മക്കൾ മാധ്യസ്ഥം തേടി മന്മദൻ ചാരി വന്നിടുന്നു. അന്നേ പരിശുദ്ധമാതാവേ, ഞങ്ങൾക്കായി മാധ്യസ്ഥം ഏകീടണേ. അന്നേ പരിശുദ്ധമാതാവേ, ഞങ്ങൾക്ക് മാധ്യസ്ഥം ഏകീടണേ. സൂര്യ തേജസ് പോലെ നിന്നുകം വിണ്ണിലെങ്ങും പ്രഭ ചൊരിയൂ. സൂര്യ തേജസ് പോലെ നിന്നുകം വിണ്ണിലെങ്ങും പ്രഭ ചൊരിയൂ. അമ്മേ കരുണാനിധേ, ദൈവപുത്രൻ തൻ മാതാവേ, ദൈവപുത്രൻ തൻ മാതാവേ. അമ്മേ പരിശുദ്ധമാതാവേ, ഞങ്ങൾക്ക് മാധ്യസ്ഥം ഏകീടണേ. അമ്മേ പരിശുദ്ധമാതാവേ,